ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും ജെയിം ജേനിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞുള്ള സിനിമ ആക്ച്വലി ഇതിന്റെ ഇന്റർവ്യൂ കണ്ട് 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 ഇപ്പോഴേ അതിന്റെ ടിക്കറ്റ് മുതലായിട്ടുണ്ട്. ഇത് ധൈര്യമായിട്ട് പോയി കാണാം. 8-9 ഇന്റർവ്യൂ എങ്ങാണ്ട് ഞാൻ തന്നെ അടുപ്പിച്ച് കണ്ടിട്ടുണ്ട്. ചിരിച്ചൊരു വഴിക്കാവും ചെയ്യും. ഞാനാണെങ്കിലും ബേസിലാണെങ്കിലും അല്ലെ എനിക്ക് കാണിച്ചു നിന്നു എന്താ കോമഡി എന്ന് അറിയോ. സോ അതവിടെ നിൽക്കട്ടെ. ഈ സിനിമയിലെ ജ്ഞാപകം എന്ന് പറഞ്ഞിട്ടുള്ള സോങ് വന്നിട്ടുണ്ട്. ഇതിന്റെ മുമ്പ് വന്നിട്ടുള്ള മധുപകരു ആണെങ്കിൽ അടിപൊളി സോങ് ആയിരുന്നു. മാത്രമല്ല ട്രെയിലറിന്റെ ഏറ്റവും എൻഡില് ജസ്റ്റ് ഒരു ജ്ഞാപകം ഇങ്ങനെ ജസ്റ്റ് അങ്ങനെ പറഞ്ഞുള്ളൂ, ചെറിയൊരു ഭാഗം അത് തന്നെ തന്നിട്ടുള്ള ഫീൽ എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു. എന്തായാലും ഇന്നലെ വന്നതാണ്. കുറെ ആളുകൾ റിയാക്ട് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ഇന്നലെ വേറൊരു വീഡിയോ ഇടാനുള്ളത് കൊണ്ട് ഇടാണ്ട് പോയതാണ്. കാരണം നോമ്പായതുകൊണ്ട് 2-3 വീഡിയോ ഇട്ടിട്ട് വലിയ കാര്യമില്ല. നോമ്പ് കഴിഞ്ഞ ശേഷം നമുക്ക് 2-3 വീഡിയോ ഒക്കെ ഇടാം. പിന്നെ അതിനുള്ള ജീവൻ ഇല്ലേനും. സോ നമുക്കിത് കണ്ടുവരാം. ഓക്കെ, റെഡി? ഞാൻ നോക്കി എന്തൊരു മെലിഞ്ഞൂല ആള്. ஞாபகம் மோதுதே மனம் ஏங்குதே ஞாபகம் வருகுதே உள் தவிக்குதே இமை மூடாமல் நான் துடித்தேனே ஞாபகம் மோதுதே மனம் ஏங்குதே வாராமல் தாராமல் மனம் எங்கோ போகுதே வாராமல் தாராமல் மனம் எங்கோ போகுதே ஞாபகம் மோதுதே மனம் ஏங்குதே ஞாபகம் வருகுதே உள் தவிக்குதே. അതൊരു പൊളി ആയിക്കോട്ടെ സിനിമയില്. அதே ஞாபகம் அதே சௌரபம் மீண்டும் வேண்டுமே அதே ஞாபகம் அதே சௌரபம் மீண்டும் അത് നൈസായില്ലേ? ഒരാളെ വിളിച്ചു ஒரு முறை என் பிழை மறந்து நீ வந்திடு உனை பிரிந்தேங்கிறேன் வந்திடு ஒரு முறை என் பிழை மறந்து நீ வந்திடு இன்று நான் கேட்கிறேன் வந்திடு ஞாபகம் மோதுதே மனம் ஏங்குதே ஞாபகம் வருகுதே உள் தவிக்குதே ஞாபகம் மோதுதே உள் தவிக்குதே ஞாபகம் மோதுதே மனம் ஏங்குதே. പ്രണവൊക്കെ എന്താലേ. നോട്ട് നോക്കി. പോകണമെന്ന് 11th April. എന്റെ പൊന്നോ, എന്താലേ ഭയങ്കര ഭയങ്കര ഫീൽ. എനിക്ക് തോന്നുന്നത്
ഇപ്പൊ നമ്മളിവിടെ ക്യാമറയുടെ മുമ്പിലാണെന്ന് അറിഞ്ഞിട്ട് പോലും നമുക്ക് ഇത്ര ഫീൽ വരുന്നുണ്ട്. ഒരിക്കലും ഒരാളുടെ പേഴ്സണൽ സ്പേസിൽ അയാൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഈ പാട്ട് കേൾക്കുകയാണെങ്കിൽ, അതും 2 ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് അയാൾ അതായത് കേൾക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അയാൾക്ക് അയാൾക്ക് വന്നിട്ടുള്ള എന്തെങ്കിലും നഷ്ടപ്രണയം എന്ന് മാത്രമല്ല, സൗഹൃദമാവട്ടെ എന്തോട്ടെ, അല്ലെങ്കിൽ അയാൾക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത എന്തോ ഒരു സംഭവം, അല്ലെങ്കിൽ അയാൾക്കുള്ള വലിയൊരു ആഗ്രഹം, അയാൾക്ക് നേടാൻ കഴിയാത്ത സംഭവം, ഇങ്ങനെയൊക്കെ ഫീലുള്ള കുറെ ആളുകളുണ്ടാവും. അങ്ങനത്തെ ആളുകൾക്ക് എന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുള്ള ഒരു സോങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മിസ്സിംഗ് തന്നെ ആയിരിക്കും. കാരണം എനിക്ക് തോന്നുന്നു ഇതില് ഒരു വരി, പക്ഷെ അതിൽ ഒരു വരി ഉണ്ട്, അതായത് ഒരു മുறை എൻ പിഴை മറന്ന് നീ വന്നിട് എന്നാണ് പറഞ്ഞത്. ഒരു മുறை അത് അല്ല, ആക്ച്വലി ഇത് ഫുള്ള് സൗഹൃദമാണ് ഇവരുടെ. സിനിമ ആഗ്രഹിച്ച് നടക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പക്ഷേ മിസ്സായി പോയിട്ട് കുറെ അലിഗേഷൻ കാണുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എനിവേ അതൊക്കെ സിനിമ കാണുമ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. പക്ഷെ ഫീല് പക്ക ആ രീതിയിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ? ആ ഒരു മിസ്സിങ് ഫീല് കറക്റ്റ് ആയിട്ട്. അതെന്താണെന്നറിയോ, നമ്മുടെ ഉള്ളിൽ ആ ഒരു സാധനം ഇങ്ങനെ കിടക്കുന്നുണ്ട് അല്ലേ? മറ്റേ എനിക്ക് വരി ഭയങ്കര ഇഷ്ടമായി. ഒരു മുறை എൻ പിഴை മറന്ന് നീ വന്നിട് ഭയങ്കര ഇഷ്ടമായി. രണ്ടുപേരുടെയും വോയിസ് യുണീക്ക് വോയിസ് ആണ്. ഞാൻ ആദ്യം വിചാരിച്ചെന്തല്ലോ, പെട്ടെന്ന് ശ്രീനിവാസൻ ആ ഒരു ലുക്കിലുണ്ടല്ലോ, ഈ ഒരു ശ്രീനിവാസൻ അല്ല സോറി വിനീത് ശ്രീനിവാസൻ ഈ ഒരു തൊപ്പിയൊക്കെ ഇട്ടിട്ട് പലതിലും കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആ ഒരു ലുക്കിൽ എനിക്ക് വിനീതാണെന്ന് തോന്നുന്നു. പക്ഷെ മെലിഞ്ഞിട്ടൊരാൾ ഭയങ്കര യുണീക്ക് വോയിസ് ആണ്. ഭയങ്കര കേൾക്കാൻ ഭയങ്കര സുഖമുള്ള വോയിസ് ആണ്. ഈ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് ഭയങ്കര ഉള്ളിലേക്ക് കയറുന്ന സോങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും ഒരു പക്ഷേ കേൾക്കുമ്പോഴേക്ക് ഭയങ്കര തോന്നണമായിരിക്കില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ആളുടെ ഒരു പേഴ്സണൽ സ്പേസ് നമ്മൾ ഒറ്റയ്ക്ക് ഒഴിഞ്ഞിരുന്ന് കേൾക്കുകയാണെങ്കിൽ ഭയങ്കര ഫീൽ ആയിരിക്കും തോന്നുന്നു. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ പറഞ്ഞ പോലെ ആ വോയിസിന് യൂണിക്നെസ് ഉണ്ട്. ആൻഡ് ആ BGM-ഉം പെട്ടെന്ന് ഇങ്ങനെ ഹൈ പിച്ചിലേക്ക് പോകുമ്പോൾ അതൊക്കെ ഭയങ്കര ഫീൽ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ എന്താണെന്നറിയോ, ഒരു സത്യം പറഞ്ഞാൽ നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ ഒരു ടച്ച് അതുണ്ട്. അതെല്ലായിടത്തും അതിന്റെ ആ ഒരു എല്ലാത്തിലും ഉണ്ട്. പിന്നെ മാത്രമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടം രണ്ടുപേരും ഓടിപ്പോകുന്ന ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ധ്യാനും. അത് പറയുമ്പോൾ ധ്യാനിന്റെ വൺ ഓഫ് ദ ഒരു പക്ഷെ ദി ബെസ്റ്റ് എന്ന് പറയുന്ന പെർഫോമൻസ് ഒരു പക്ഷേ ഇതിൽ കാണാൻ കഴിയും. അത് ജസ്റ്റ് മറ്റേ നമ്മുടെ പ്രണവിന്റെ മുഖത്തേക്ക് നോക്കുന്നൊരു സാധനം കണ്ണിലുണ്ട് ആളുടെ ഒരു അഭിനയം, അല്ലെങ്കിൽ ആ ഒരു അല്ലെ ഭയങ്കര നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല കുറെ കാലം ശേഷം. ഒരു പക്ഷേ തുടക്കത്തിലൊക്കെ 1-2 സിനിമകൾ കണ്ടിട്ടുണ്ടാവും എന്ന് പറയാം. ഇത് ഭയങ്കര ഇമോഷൻ കറക്റ്റ് പിടിച്ച്. അതുപോലെ പ്രണവാണെങ്കിലും ആ ഒരു ജസ്റ്റ് ഇരുത്തത്തിലും ആളുടെ ചിരിയിലും ആ ലാസ്റ്റ് ആ സിഗരറ്റിന്റെ സ്മോക്ക് പോകുന്നത് അതിനൊക്കെ ഒരു ഭയങ്കര കേട്ടോ. അത് നല്ല സംവിധായകന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്താവും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ സിനിമ കണ്ടാലേ നമുക്ക് കൂടുതൽ പറയാൻ പറ്റുള്ളൂ. എനിവേ ഹോപ്പ്ഫുള്ളി വെയിറ്റിംഗ് സിനിമയ്ക്ക് വേണ്ടി 11-ാം തീയതി 2-3 സിനിമകളുണ്ട്. തീർച്ചയായിട്ടും ഈ പടത്തിൽ എനിക്ക് ആദ്യം പോകാൻ ശ്രമിക്കുക. സോ പാട്ട് കേട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. എന്തായാലും കോപ്പറേറ്റ് ഉണ്ടാവും. ഈ സോങ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കോപ്പറേറ്റ് വരും. സോ ആകെ കിട്ടാനുള്ളത് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ